എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫാർമസിസ്റ്റുമാർക്കും നഴ്സുമാർക്കും വേണ്ടിയുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കും ഓസ്ട്രേലിയ ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നഴ്സുമാരുടെ കാര്യം നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. NHSന്റെ റിക്രൂട്ട്മെന്റ്, അതായത് UK-ലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഒക്കെ ഇപ്പോൾ കാര്യമായിട്ട് നടക്കുന്നില്ലാത്ത ഈ സാഹചര്യത്തിൽ ഉള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ എംപ്ലോയർ സ്പോൺസർഷിപ്പ് കിട്ടി മൂവ് ചെയ്യാനുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ ഓസ്ട്രേലിയയും US ആണ്. അപ്പം ഓസ്ട്രേലിയയിലേക്ക് എംപ്ലോയർ സ്പോൺസർഷിപ്പ് വിസയോടുകൂടി മൂവ് ചെയ്യണമെങ്കിൽ ഉള്ള എക്സ്പീരിയൻസ് റിക്വയർമെന്റ് ആണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. നഴ്സുമാർക്ക് മെയിൻ ആയിട്ട് രണ്ട് വിസ ഓപ്ഷൻ ആണുള്ളത്, 482 186. 482 എന്ന് വെച്ചാൽ സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ. അതിന് വേണ്ട എക്സ്പീരിയൻസ് റിക്വയർമെന്റ് എന്നുള്ളത് ലാസ്റ്റ് 5 ഇയറിനകത്ത് 1 ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. പക്ഷെ നഴ്സുമാർക്ക് എപ്പോഴും ഒരു കരിയർ ഗ്യാപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് കരിയർ ഗ്യാപ്പ് വരാതെ നിങ്ങൾ നോക്കണം. ഇനി 186 എന്ന് പറയുന്നത് നഴ്സുമാർ ഡയറക്റ്റ് എൻട്രി സ്ട്രീമിനകത്തുള്ള കാറ്റഗറിയാണ്. അതുകൊണ്ട് തന്നെ 186-ന് നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു സ്പോൺസർ ചെയ്യാൻ എംപ്ലോയർ ഉണ്ടായിരിക്കണം. അപ്പം 186 ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എക്സ്പീരിയൻസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് 3 ഇയേഴ്സ് ആണ്. ഇനി ഫാർമസിസ്റ്റിന്റെ കാര്യം എടുക്കാം. ഫാർമസിസ്റ്റുമാർക്ക് മെയിൻ ആയിട്ടുള്ള വിസ 482 ആൻഡ് 494, സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസയും എംപ്ലോയർ സ്പോൺസർ റീജിയണൽ വിസയും. ഈ വിസയ്ക്ക് 482 നഴ്സുമാരുടെ പോലെ തന്നെ നമുക്ക് ലാസ്റ്റ് 5 ഇയറിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 494-ന് ലാസ്റ്റ് 5 ഇയറിൽ 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 407 മുതൽ വിസ ഓപ്ഷൻ ഉണ്ട്. ഇറ്റ്സ് എ ട്രെയിനിങ് വിസയാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വിസകളിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കിട്ടുന്ന ബെനിഫിറ്റ്സും കാര്യങ്ങളും നമുക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം പ്രിഫർ ചെയ്യാറില്ല 407 വിസ ഫാർമസിസ്റ്റുമാർക്ക്. പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ 407 വിസയിൽ നിന്ന് നമ്മൾ ആ പീരീഡിൽ വിസ എത്ര കാലത്തേക്കാണോ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് വേറൊരു വിസയിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യേണ്ടതാണ്. പിന്നെ ഫാർമസിസ്റ്റുമാർക്ക് 186 വിസ പോസിബിൾ അല്ല കേട്ടോ. അതായത് ഡയറക്റ്റ് എൻട്രി സ്ട്രീമിൽ 186 വിസയ്ക്ക് ഫാർമസിസ്റ്റിനെ ആഡ് ചെയ്തിട്ടില്ല. ട്രാൻസിഷൻ പാത്വേ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അതായത് നിങ്ങൾ 482 വിസയിൽ വന്നു കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 482 നിന്ന് 186-ലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അതായത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പം ഇതാണ് മെയിൻ ആയിട്ടും ഫാർമസിസ്റ്റുമാർക്കും നഴ്സുമാർക്കും വേണ്ടിയിട്ടുള്ള ഓസ്ട്രേലിയയിലേക്കുള്ള എംപ്ലോയർ സ്പോൺസർ വിസ. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഫാർമസിസ്റ്റിനാണെങ്കിൽ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് എന്നുള്ള, അതായത് റീറ്റെയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കണം. അതുപോലെ നഴ്സുമാർക്കും നഴ്സിംഗ് അസിസ്റ്റന്റോ അങ്ങനെയുള്ള കാറ്റഗറി ഒന്നും ആവാൻ പാടില്ല. രജിസ്റ്റേർഡ് നഴ്സ് എന്നുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.